മനോഹരമായ ഈ പുതുവർഷ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പുതുവർഷ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജയത്തിൻ്റെ വചനം നമുക്ക് ദാനമായി തന്നു. യെശയ്യാ പ്രവചനം 49 അധ്യായം 24 25 വാക്യം. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് ബദ്ധന്മാരെ വിടുവിക്കാമോ? അതിൻ്റെ ഉത്തരം 25 വാക്യത്തിൽ ദൈവം കൊടുക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകൻ്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 23 വാക്യത്തിൻ്റെ അവസാന ഭാഗം കൂടെ ചേർത്ത് വായിക്കട്ടെ. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. കർത്താവിൻ്റെ പൊന്നുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ മഹത്വപ്പെട്ടിട്ട് തിരുവചനം കേൾക്കുവാനായി ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്ത വചനമായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ തന്ന വചനമാണെങ്കിലും ഈ വചനത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളിൽ ചിലർക്കെങ്കിലുമൊക്കെ അറിയാം. അതിപ്രകാരമാണ്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന ടെലവീവിൽ 1976 188 പാസഞ്ചേഴ്സും 12 ക്രൂസുമായിട്ട് ഒരു എയർക്രാഫ്റ്റ് 139 ടെലവീവിൽ നിന്നും പാരീസിലേക്ക് ഏതൻസ് വഴി പോകുവാൻ പുറപ്പെട്ടു. ഏതൻസിൽ നിന്ന് 58 പാസഞ്ചേഴ്സ് വീണ്ടും കയറി. അതിൽ 4 പേർ ഭീകരന്മാരായിരുന്നു. ആ പ്ലെയിൻ പാരീസിലേക്ക് പോകുന്നതിന് പകരം ഭീകരന്മാരാൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അത് ഉഗാണ്ടയിലേക്ക് പോയി. ഇദി അമീൻ്റെ ഭരണകൂടം അവിടെ നിന്ന് അവരുടെ കസ്റ്റഡിയിൽ കിട്ടിയതായ ഒരു പ്ലെയിനെയും പാസഞ്ചേഴ്സിനെയും വിടുവിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായ കാര്യമായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ടെലവീവിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയാണ് ഈ ഉഗാണ്ടൻ എയർപോർട്ട്. ഇസ്രായേൽ ഭരണാധികാരിയുടെ മുൻപിൽ അതൊരു വലിയൊരു പ്രശ്നമായി. അവർക്ക് ജയിച്ചേ മതിയാകും. അവരുടെ ജനങ്ങളെ വിടുവിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ. അവർ ദൈവത്തിൻ്റെ ജനമെന്ന് ലോകത്തിൻ്റെ മുൻപിൽ അത് തെളിയിച്ച് കാണിക്കുവാൻ ദൈവം അവരുടെ മുൻപിൽ കൊടുത്ത വലിയൊരു ചലഞ്ചിങ് ഓപ്പറേഷൻ. പ്രൈസ് ദി ലോർഡ്. ഭരണാധികാരികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്നു. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ അഭയം പ്രാപിച്ചു. ഭക്തന്മാർ അവർക്ക് കാണിച്ചു കൊടുത്തതായ വചനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടതായ വചനം. യെശയ്യാ പ്രവചനം 49 അധ്യായം 24 25 വാക്യം. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകൻ്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ബലവാൻ്റെ കയ്യിൽ നിന്നും ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകൻ്റെ അവൻ്റെ അധീനതയിൽ നിന്നും ബദ്ധന്മാരെ ഞാൻ പിടിച്ചു വിടുവിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ അതൊരു ചോദ്യമാണ്, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും. ഈ വചനം വായിച്ചപ്പോൾ അന്നത്തെ ഭരണകൂടത്തിനും പടയാളികൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് 1000-10,000 മടങ്ങായിട്ട് ധൈര്യത്തിൻ്റെ ഒരു ഊർജം അവരിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. അവരാൽ സാധിക്കും എന്ന് അവർ ദൃഢനിശ്ചയത്തോടുകൂടി അവരൊരു തീരുമാനമെടുത്തു. പോവുക, പുറപ്പെടുക, ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മോട് പോരാടുന്നവരോട് ദൈവം പോരാടും. അവർ പരസ്യമായിട്ട് അവർ ദൈവത്തിൻ്റെ നാമത്തിൽ അവർ ചലഞ്ച് ചെയ്തു, ഞങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. ഒരു കൂട്ടം പടയാളികൾ ദൈവം കൊടുത്ത ജ്ഞാനത്തിന് പ്രകാരം 4ാമത്തെ ദിവസം ഉഗാണ്ടൻ എയർപോർട്ടിൽ ഇറങ്ങി ആ ബന്ധികളെ മുഴുവനും വധിച്ചതിന് ശേഷം അതിശയകരമായി ആ എയർപോർട്ടിൽ നാനാവിശേഷമാക്കിയതിന് ശേഷം
ആ ഇസ്രായേൽ പ്ലെയിനുമായിട്ട് സൗഖ്യത്തോടെ സുരക്ഷിതയോട് ആ പ്ലെയിൻ ടെലവീവിലേക്ക് തിരികെ കൊണ്ടുവന്നു. അത് ലോകത്തിൻ്റെ മുൻപിൽ ദൈവജനത്തിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് കാണിക്കുവാൻ ദൈവം കൊടുത്ത ഒരവസരമാണ്. അതിൻ്റെ പശ്ചാത്തല വചനമാണിത്. ഈ വചനം വായിച്ചപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ഒരു ധൈര്യം പകർന്നത്. ഇന്നും ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ പ്രധാന ഓഫീസിൽ ആ വചനം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്നും ബദ്ധന്മാരെ വിടുവിക്കുവാൻ കഴിയും. ദൈവത്തിന് സാധിക്കും. മനുഷ്യരാൽ അസാധ്യമാണ്, പക്ഷെങ്കിൽ ദൈവത്താൽ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. വലിയ വിവർത്തനങ്ങളും വലിയ വിശകലനങ്ങളും ഒന്നുമില്ലാതെ ഈ പുതുവർഷത്തിൻ്റെ പ്രഭാതയാമത്തിൽ ദൈവം തനിക്കായി കാത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നതായ ഒരു മറുപടി, ബദ്ധന്മാരെ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന പാതയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. നിനക്ക് കയറുവാൻ അസാധ്യമെന്ന് തോന്നുന്നതായ മലകളെ തരണം ചെയ്യുവാൻ, പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, നിൻ്റെ ജീവിതത്തിൽ നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ മക്കളെ വിടുവിക്കുവാൻ അസാധ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്താൽ സാധ്യമാണ്. എന്താണ് ഈ നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഷാൽ ദ പ്രേ ബി ടേക്കൻ ഫ്രം ദ മൈറ്റി ഓർ ദ ലോഫുൾ കാപ്റ്റീവ് ഡെലിവേർഡ്. നിയമപരമായിട്ട് ഒരു ബദ്ധനെ ബദ്ധനസ്ഥനാക്കിയിട്ടുണ്ടെങ്കിൽ, ജയിലറകളിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വിടുവിക്കാൻ കഴിയുമോ? ആ നിയമത്തെ ഭേദിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അതൊരു ദൈവ പൈതലാണെങ്കിൽ അവനെ വിടുവിക്കുവാൻ സാധിക്കും. ദൈവത്താൽ കഴിയും. നിയമങ്ങളെ മാറ്റുവാൻ ഭരണാധികാരികളോട് ദൈവം ഇടപെടും. നിനക്കെതിരായി നിയമവശങ്ങൾ എഴുതി വച്ചിരിക്കുന്ന അനേക ബദ്ധത ഈ പുതുവർഷത്തിൽ ദൈവം അഴിക്കും. നിന്റെ ബദ്ധതയെ, അല്ലെങ്കിൽ അനേക ശക്തിമാന്മാരുടെ കയ്യിൽ ഒരു ഇരയായി പതിച്ചു പോയിട്ടുള്ള നിന്റെ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. ശക്തിയേറിയ മൃഗങ്ങൾ, കടുവ അല്ലെങ്കിൽ സിംഹം എന്നതുപോലെയുള്ള അനേകം മൃഗങ്ങൾ ഒരു ഇരയെ പിടിച്ചാൽ അതിൻ്റെ കയ്യിൽ നിന്ന് ആ ഇരയെ പിടിച്ചു വാങ്ങിക്കാൻ സാധിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. മനുഷ്യൻ്റെ കണ്ണിലും മനുഷ്യൻ്റെ ബുദ്ധിയിലും അത് അസാധ്യമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ എനിക്കായി കാത്തിരിക്കുന്നവനാണെങ്കിൽ, എൻ്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുന്നവനാണെങ്കിൽ, എൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണെങ്കിൽ, നിൻ്റെ ശക്തി അതിന് പോരാ, എൻ്റെ ശക്തി നിനക്ക് ആവശ്യമെന്ന് നീ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. നിന്നാൽ അത് ചെയ്യുവാൻ കഴിയും. നിനക്കത് സാധിപ്പിച്ചു തരുവാൻ ദൈവം താണിറങ്ങി വരും. ദൈവം ഒരു ജ്ഞാനവും അഭിഷേകവുമായി ഈ വർഷത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്ര മനോഹരമായ ഒരു വാഗ്ദത്തം നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്കായി ദാനമായി തന്നിരിക്കുന്ന ഈ വാഗ്ദത്തം, അത് ഏറ്റെടുക്കുവാനും അത് സ്വായത്തമാക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം ഒരുത്തരുടെയും മുൻപിൽ താണുപോവുകയില്ല. നിന്നെ അവൻ വാലല്ല തലയാക്കും. നീ പോകുന്നിടത്തൊക്കെയും അവർ നിന്നെ കണ്ട് ഭയപ്പെടും. നീ ദൈവത്തിനുള്ളവനെന്നും ദൈവസന്തതിയെന്നും ലോകം തിരിച്ചറിയുവാൻ ദൈവം നിന്നെ പല ഇടങ്ങളിൽ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. എനിക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ലോകത്തിൽ അവരുടെ ബുദ്ധിയെയും അവരുടെ സ്വന്തം ബുദ്ധിയെയും കഴിവിനെയും ആശ്രയിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യത്തിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്ന് തിരുവചനം ഈ പ്രഭാതത്തിൽ എടുത്ത് കാണിക്കുകയാണ്. ആ ഒരു കൂട്ടം ജനങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതായ ഒരു സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ വചനം തന്നത്. അതുകൊണ്ടാണ് നീ ഇത് കേൾക്കുമാറാകുന്നത്. നിന്നെയും ദൈവം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ടെലവീവിൽ നിന്ന് 188 പാസഞ്ചേഴ്സ് കയറി. ഏതൻസിൽ നിന്നും 58 പേര് കയറി. അതിൽ 4 പേർ ഭീകരവാദികളായിരുന്നുവെങ്കിലും 54 പേരും
വിശ്വസ്തരായി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാൻ ദൈവം വിളിച്ചു കൂട്ടിയ ജനമായിരുന്നു. എത്ര മനോഹരമാണ് കർത്താവിൻ്റെ പ്രവൃത്തി! അതിനെ ഒന്ന് വിവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? 200 പേർ 254 പേർ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട ആ ദിവസങ്ങൾ, ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര മഹത്വകരമാണെന്ന്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് വരച്ചു കാട്ടിയതായ ഒരു സംഭവം. അതിന് നിതാന്തമായത് ഈ വചനത്തിൽ നിന്ന് കിട്ടിയതായ ഊർജമാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അനേക അസാധ്യതകളെ നിൻ്റെ മുൻപിൽ നീ കണ്ടേക്കാം. അനേക ബന്ധനങ്ങളെ നീ കണ്ടേക്കാം. അനേക പ്രയാസമേറിയ ഘട്ടങ്ങളെ നീ തരണം ചെയ്യുവാൻ നിൻ്റെ മുൻപിൽ ചലഞ്ചുകളായി പ്രത്യക്ഷപ്പെട്ടേക്കാം. നിന്നിലുള്ളതായ അധികാരത്തെയും നിൻ്റെ ശക്തിയെയും ബലത്തെയും ബുദ്ധിയെയും നിൻ്റെ കഴിവിനെയും നിൻ്റെ ബലത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതായ അനേക ചോദ്യചിഹ്നങ്ങൾ നിൻ്റെ മുൻപിൽ കടന്നു വന്നേക്കാം. എന്നാൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ വിശ്വാസത്തോടെ പറയൂ, നിൻ്റെ ദൈവത്താൽ അത് സാധ്യമാണ്. മനുഷ്യരുടെ ബുദ്ധിയാൽ അത് അസാധ്യമാണെങ്കിലും ദൈവത്താൽ സാധ്യമാണ്. ദൈവം പറയുന്നു, നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. സ്തോത്രം, സ്തോത്രം. നിഷ്കണ്ടകൻ്റെ കവർച്ചയെ വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും. നിൻ്റെ മക്കളെ ഞാൻ വിടുവിക്കും. നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിൻ്റെ തലമുറകളെക്കുറിച്ച്, നിനക്കുള്ളവരെക്കുറിച്ച്, നിൻ്റെ ദേശത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് വിടുവിക്കുവാൻ ആരുമില്ല. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയിരിക്കുന്ന അനേക സന്ദർഭങ്ങൾ നിൻ്റെ മുൻപിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ ശക്തനാണ്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഗോഡ് ബ്ലെസ് യു.